so. No, 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 no. I don't think so. No, 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 no. It's never, ever, ever. ഹായ് ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഡൽഹി ഫുള്ള് കറങ്ങാന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ 2 ദിവസം ഡൽഹി തന്നെ കാണും. അപ്പോൾ നമ്മൾ അവിടെ ഡൽഹിയിൽ ഇറങ്ങി ഒരു റൂമൊക്കെ എടുത്ത് നമ്മൾ അവിടെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ നമ്മളൊരു 5 മണിയായപ്പോൾ ട്രെയിൻ പിടിച്ച് നമ്മൾ ട്രെയിനകത്തിരിക്കുകയാണ് ഗായ്സ്. എൻ്റെ പൊന്ന് ഗായ്സ്, നാട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോഴാണ് ഒടുക്കത്തെ തണുപ്പ് തുടങ്ങിയിരിക്കുകയാണ് ഗായ്സ്. ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. സ്വെറ്ററിനകത്തും ഒന്നും നിൽക്കുന്നില്ല. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് ആ ചൂടത്തുനിന്ന് വന്നുകൊണ്ട് ഹണിത നല്ല ഉറക്കമാണ്. നമ്മളങ്ങനെ ഇരുന്ന് ഉറങ്ങി രാവിലെ എണീറ്റ് നമ്മളൊരു കാറൊക്കെ പിടിച്ച് നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വരുമ്പോൾ നമ്മൾ നോർത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും സൗത്ത് ഇന്ത്യൻ ഡിഷ് കഴിക്കാൻ നിൽക്കരുത്. അവർക്കത് നന്നായിട്ട് അവിടെ നിന്ന് കഴിച്ചാൽ ശരിയാവത്തില്ല ഗായ്സ്. അതുകൊണ്ട് അല്ലെങ്കിലും എനിക്ക് നോർത്ത് ഇന്ത്യൻ ഡിഷ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ആലു പൊറോട്ടയാണ് എടുത്തത് ഗൈസ്. ഞാൻ നല്ല ഗരം നല്ല ചൂട് ആലു പൊറോട്ടയാണ് എടുത്തത് ഗൈസ്. ആ ചൂടോടെടുത്ത് ഞാൻ എണ്ണാക്കിലോട്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. അയ്യോ, അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഗൈസ്. ആ വെപ്രാളത്തിന് ചൂടോടെടുത്ത് എണ്ണാക്കിലോട്ട് ഇട്ട് എനിക്ക് സഹിക്കാൻ വയ്യായിരുന്നു ഗൈസ്. ഹണി വന്നിട്ടിരുന്ന് ചിരിക്കുകയാണ് ഗൈസ്, എന്നെ കളിയാക്കിക്കൊണ്ട് ആവശ്യം എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് ഇയാളുടെ ഫുഡ് വന്നിട്ടില്ല ഗൈസ്. അതുകൊണ്ട് അങ്ങനെ ലേറ്റായിട്ടാണെങ്കിൽ ഹണിയുടെ ഫ്രൈഡ് റൈസ് എത്തിയിട്ടുണ്ട്. എവിടെ ചെന്നാലും ഇവക്ക് ഇതേ ഉള്ളൂ, ഒന്നെങ്കിൽ നൂഡിൽസ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ്, ഇത് തന്നെ കഴിക്കും. ദാണ്ടിരിക്കുന്നു ഗൈസ്. നോർത്തിൽ വന്നാലും സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വല്ല കാര്യമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാരണം ഒരിക്കലും നമ്മൾ നോർത്ത് സൈഡിൽ പോയി സൗത്ത് ഇന്ത്യൻ ഡിഷ് കഴിക്കരുത്. അങ്ങനെ നമ്മൾ നമ്മുടെ റെഡ് ഫോർട്ടിൽ എത്തിയിരിക്കുന്ന ഗൈസ്. ഇവിടെ അങ്ങനെ 50 രൂപ ടിക്കറ്റാണ് ഗൈസ്. അങ്ങനെ 50 രൂപ ടിക്കറ്റും ഒക്കെ എടുത്ത് നമ്മൾ ഇതിനകത്തോട്ട് കയറാൻ പോവുകയാണ് ഗൈസ്. നേരം വെളുത്ത് 5 മണിക്ക് എന്തോ ഞങ്ങൾ ഇറങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു 6 മണി ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ നേരം വെളുത്ത സമയത്തും നല്ല ശരിക്കും ആൾക്കാരുണ്ടെങ്കിൽ ഒരു 10-11 മണിയാകുമ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്തോ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്ത് അകത്തോട്ട് കയറാൻ പോവുകയാണ് ഗൈസ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് താജ്മഹലിലോട്ട് പോകാൻ. പക്ഷേ ചിലവരൊക്കെ താജ്മഹൽ കണ്ടു കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരാറാണ് പതിവ്. പക്ഷെ നമ്മളൊരു വെറൈറ്റിക്ക് പിടിച്ച് ഗൈസ്. വായൊക്കെ ഉളുക്കുന്നുണ്ട്. വായല്ല ഗൈസ്, അതും തെറ്റിപ്പോയി, നാക്കൊക്കെ ഉളുക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ വന്നു. ഈ ഭിത്തിച്ചാരിയിൽ നിന്ന് കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വെറൈറ്റി കാണുമായിരിക്കും. അങ്ങനെ ഞാനും ആ ഭിത്തി പിടിച്ചുകൊണ്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ഒന്ന് ഓടി വീഡിയോ എടുത്താലോ എന്ന് ആലോചിച്ച്. എല്ലാവരും നോർമലായിട്ട് വീഡിയോ എടുക്കുമ്പോൾ അവിടെ നമ്മളൊന്ന് തലതിരിഞ്ഞ് ചിന്തിക്കണ്ടേ. അങ്ങനെ ഞാനൊരു ഓടി വീഡിയോ എടുത്തു ഗൈസ്. പക്ഷേ അത് അത്ര നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നടക്കാൻ തുടങ്ങി ഗൈസ്. കുറേ നടക്കാനുണ്ട്. രാവിലെ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നടക്കുമ്പോൾ നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട് ഗൈസ്. പക്ഷേ ഈ തണുപ്പ് സമയത്ത് കറങ്ങാൻ വരുന്നതാണ് നല്ല ഗൈസ്. കാരണം ദില്ലിയിലെ ചൂടുണ്ടല്ലോ, നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അൺസഹിക്കബിൾ തണുപ്പായിരിക്കും ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ എല്ലാം ഫുള്ള് ചുറ്റിക്കറങ്ങാൻ നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാം ഏട്ടൻ പറയുന്നുണ്ട് പെട്ടെന്ന് വരണം, എന്നാലേ നമുക്ക് താജ്മഹലിൽ പെട്ടെന്ന് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് വരണമെന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ കാറിനകത്താണ്, ഒരു കാറ് ഫുള്ള് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുള്ള് നമ്മളെ ചുറ്റിക്കറക്കാൻ വേണ്ടിയിട്ട് ഒരു കാറ് നമ്മൾ ഫുള്ളായിട്ട് അങ്ങ് ബുക്ക് ചെയ്തേക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ പുള്ളിക്കാരൻ അവിടെ വെയിറ്റ് ചെയ്യും. പിന്നെയും അതാ എൻ്റെ സ്ലോമോ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പ്രദർശിപ്പിച്ചിരിക്കുന്നു ഗൈസ്. നിങ്ങൾ കണ്ടു നോക്കും. ഇത്രയും ഓടിക്കഴിഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞ് മതി നിർത്ത്, ആവശ്യത്തിനായിട്ടുണ്ടെന്ന്. പിന്നെ ഇങ്ങനെ 2 സൈഡിലായിട്ട് കുറേ ഗാർഡനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ എവിടെ ചെന്നാലും മലയാളീസ് ഇല്ലാതെ എന്താഘോഷം. ഇവിടുന്നും ഒക്കെ കുറേ മലയാളീസിൻ്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ മലയാളം കേട്ടാൽ പെട്ടെന്ന് നമ്മൾ ആ സൈഡിലോട്ട് നോക്കുമല്ലോ. മിണ്ടാനും പറയാനൊന്നും പോയില്ലെങ്കിലും അപ്പം നമുക്കൊരു സന്തോഷം തോന്നുമല്ലോ, നമ്മുടെ മലയാളീസ് ഇവിടെ കുറേ ഉണ്ടെന്ന്. അങ്ങനെ പിന്നെ നമ്മൾ കുറേ കറങ്ങി നടന്നു ഗൈസ്. പക്ഷെ ഒരു സൈഡിൽ കൂടെ പോയപ്പോൾ ഞങ്ങൾക്ക് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല. തിരിച്ച് എക്സിറ്റ് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ കുറേ പാടുപെട്ട് ഗൈസ്. ഞാൻ പറഞ്ഞെന്തോന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.
നടന്ന് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഗൈസ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇതിൻ്റെ മുകളിൽ തത്ത കൂട് വെച്ചിട്ടുണ്ട് ഗൈസ്. പൊത്തുണ്ടാക്കി അതിനകത്ത് കൂട് വെച്ച് ഇരിക്കുകയാണ് ഗൈസ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇപ്പം താഴെ വീഴുമെന്ന്. അവിടെ ഒരാളിരിപ്പുണ്ട്, ഇപ്പുറത്ത് ഒളിഞ്ഞു ഒരാളിരിപ്പുണ്ട്. എനിക്ക് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടാൽ ഞാൻ പിന്നെ വിടാറില്ല. ഞാൻ കുറേ നേരം അത് തന്നെ വായി നോക്കി അവിടെ നിന്ന് ഗൈസ്. എന്തെങ്കിലും വായിലൊന്നും വീഴാൻ കാര്യം. ഇത് നോക്കിയ ഗൈസ്, ഒരാളിരിക്കുന്നത് അതിനകത്തിരുന്നോണ്ട് താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും. പിന്നെ പൊല്യൂഷൻ കൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ, നല്ല വ്യക്തമായിട്ട് ഫുള്ള് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഇവിടെ നിന്ന് കണ്ട് ആ കാണുന്നത് താജ്മഹലാണ് ഗൈസ്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കുറേ നേരം ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് അവിടെ നിന്ന് നമ്മൾ താജ്മഹലൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ കുറച്ച് നേരം നിൽക്കുകയൊക്കെ ചെയ്ത് ഗൈസ്. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കുഞ്ഞു പറയുന്നു, മമ്മി ഇവിടെ നമുക്ക് അണ്ണാനെ പിടിക്കാൻ പറ്റും. അണ്ണാൻ വളരെ പതുക്കെയാണ് അമ്മി പോകുന്നത്. അത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലാക്കണമല്ലോ, അണ്ണാൻ വളരെ പതുക്കെയാണ് പോകുന്നത്. കണ്ട നാണം കെട്ടി തിരിച്ചു വരുന്ന വരക്ക് നിങ്ങൾ കണ്ടു ഗൈസ്. ഇത് കണ്ടോ ഗൈസ്? ഇത് കാണുമ്പോൾ അഭിമാനം തോന്നാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഗൈസ്? നമ്മുടെ ഇന്ത്യൻ പതാക. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. കാരണം ഇനിയും കുറേ നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താജ്മഹൽ പിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ അതേ കാറിൽ തന്നെ കയറി നമ്മൾ യാത്ര തുടങ്ങി ഗൈസ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം, നല്ല തണുപ്പുണ്ട് ഗൈസ്. ഉച്ചയൊക്കെ ആയിട്ടും അത്യാവശ്യം തണുപ്പുണ്ട്. സെറ്റർ ഊരി മാറ്റാൻ പറ്റുന്നില്ല. തണുപ്പ് തുടങ്ങിയിട്ടുള്ള സമയത്താണ് നമ്മൾ വന്നത്. കാരണം നമുക്ക് ഇത്രയും തോന്നാൻ കാരണം നമ്മൾ നാട്ടിലെ ആ ചൂടിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടായിരിക്കും. പിന്നെ അവിടെ വന്ന് അവിടെ നിന്ന് നമുക്ക് പോകണമെങ്കിൽ ഒരു ഓട്ടോ പിടിക്കണം. അങ്ങനെ ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് നമ്മളിപ്പോൾ പോകുന്നത് താജ്മഹലിൻ്റെ ബാക്ക് സൈഡിലാണ്. ഫ്രണ്ട് സൈഡിൽ പോയ വീഡിയോസ് എനിക്ക് എടുക്കാൻ അപ്പോൾ എനിക്ക് ടൈം കിട്ടിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ പുറകെ കൂടെ പോയി ബാക്ക് സൈഡിലെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇല്ല പാട്ടില്ലേ, അതിശയമേ അസന്ത് പോകും നീ എന്തെന്നതിശയം, പാടി കുളവാക്കുന്നില്ല. അതിൻ്റെ ഈ ബാക്ക് സൈഡിൽ നിന്ന് അവർ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളും അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ഈ തുള്ളി പോകുന്നത്. ദാണ്ടാ കാണുന്നു ഗൈസ് നമ്മുടെ സ്വന്തം താജ്മഹൽ. അങ്ങനെ നമ്മൾ ഓടി താജ്മഹലിൽ എടുത്തോട്ട് പോവുകയാണ് ഗൈസ്. ഫ്രണ്ട് പോർഷനിൽ പോയത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അതാ പ്രശ്നമായത്. ഇവിടെ നിന്ന് വീഡിയോസ് എടുക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ് ഗൈസ്. അങ്ങനെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ആ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് ഒരു കണക്കിന് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്നില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അതിൻ്റെ അപ്പുറം ഒരു സൈഡുണ്ട് ഗൈസ്. ആ അപ്പുറം സൈഡിൽ പോയി നമ്മൾ ഈ വീഡിയോ എടുക്കാൻ പോയി ഗൈസ്. നമ്മൾ ഡാൻസ് വീഡിയോ എവിടെ ചെന്നാലും നമുക്ക് ഡാൻസ് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റുമോ ഗൈസ്? ഈ പാട്ടാണ് ഗൈസ്, അതിശയമേ അസന്ത് പോകും നീ എന്തെന്നതിശയം. അങ്ങനെ ആ പാട്ടിന് നമ്മൾ ഡാൻസും കളിച്ചു ഗൈസ്. എന്തിന് ഇവിടെ വന്ന് ഈ ഡാൻസ് കളിച്ചു എന്ന് ചോദിച്ചാൽ ആ പാട്ടിനകത്ത് താജ്മഹൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗൈസ് ഈ പാട്ടിന് ഞാൻ ഇവിടെ നിന്ന് ഡാൻസ് കളിച്ചത്. ഇത് കഴിഞ്ഞ് നമ്മുടെ കൃഷ്ണൻ ജനിച്ച മധുരയിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അത് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇടുന്നത്. കാണാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ട് വരെ ബൈ.